ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് നല്ല വൈബ്രൻ്റായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ സാലഡ് തയ്യാറാക്കാം. ഇത് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ആപ്റ്റായൊരു സാധനമാണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ ടേസ്റ്റ് കാരണം നമ്മൾ ഇത് കഴിച്ച് തന്നെ വയറ് നിറയ്ക്കും. ആദ്യം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ 3 ടൈപ്പ് മാംഗോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പച്ച, ഇടത്തരം പഴുത്തത്, പിന്നെ നന്നായിട്ട് പഴുത്തത്. ഇത് 3 ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരു ചെറിയ പച്ചമുളക്, പകുതി ക്യാരറ്റ്, ഒരു പിടി മല്ലിയില, ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു പകുതി ക്യൂക്കമ്പർ. ഇത്രയും ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. എല്ലാം ഒരേ ഷേപ്പിൽ എടുക്കാൻ നോക്കട്ടെ, അന്നേരം നല്ല ഭംഗിയായിരിക്കും കാണാൻ. നമുക്കിനി ഇതെല്ലാം അസംബിൾ ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. ഇത് നല്ല കളർഫുള്ളാണ് കേട്ടോ. ഇത് നമ്മൾ കാഴ്ചയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. നല്ല മണമാണ്. അപ്പം നമുക്കിതിന് വേണ്ടിയിട്ടുള്ളൊരു ഡ്രസ്സിങ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ക്രഞ്ച് എലമെൻറ്റിനായിട്ട് കുറച്ച് പംകിൻ സീഡ്സ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വേറെ എന്ത് സീഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് നട്ട്സ് ആണെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിവിടെ 1.5 നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പകുതി, അതായത് 1 ടീസ്പൂണിൻ്റെ പകുതി മുളക് പൊടി, 1 ടീസ്പൂൺ തേൻ, അതിന് കൂടുതൽ തന്നെ ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ. ഞാനിതൊരു നാടൻ ടേസ്റ്റ് കിട്ടാനായിട്ടാണ് വെളിച്ചെണ്ണ ചേർത്തത്. ഒലിവ് ഓയിൽ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം കേട്ടോ. വേണമെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഹണി ഇല്ലാത്ത ആളുകൾക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്താലും മതി. അതുപോലെ നമ്മുടെ ഈ പംകിൻ സീഡ്സിന് പകരം നമ്മുടെ പീനട്ട്സ് ചേർക്കാം കേട്ടോ, റോസ്റ്റ് ചെയ്താൽ അത് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ലേശം ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. ഉപ്പും എരിവും പുളിയെല്ലാം നമുക്ക് ലാസ്റ്റ് ആണെങ്കിലും ബാലൻസ് ചെയ്യാം. സാലഡ്സ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വലുതായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഈ ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ഈ പംകിൻ സീഡ്സ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സിങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്താണ് ഇതിന് കുറവുള്ളതെന്ന്. ചിലവർക്ക് പുളി കൂടുതൽ വേണമായിരിക്കും, ചിലവർക്ക് കുറച്ചുകൂടി എരിവ് വേണമായിരിക്കും. എനിക്ക് ഒരു സ്വീറ്റ് ആൻഡ് സവർ ടേസ്റ്റിലുള്ള ഒരു സാലഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇത്തിരി കൂടെ മധുരം ആവാമെന്ന് തോന്നി. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പൾപ്പ് ഉണ്ടാക്കിയിരുന്നല്ലോ, അതിൽ നിന്ന് ഒരു 2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലതായിട്ട് ഇതിനെ എലിവേറ്റ് ചെയ്തു. ഈ സാലഡിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂട്ടി. നിങ്ങൾ അങ്ങനെ പൾപ്പൊക്കെ ഉണ്ടാക്കി വെക്കുന്നവരാണെങ്കിൽ അത് ഏത് സാലഡ് ഉണ്ടാക്കിയാലും അതിൽ 1-2 ടീസ്പൂൺ ചേർത്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ 1/2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. അതിൽ നിന്ന് ഞാനൊരു 2 ടീസ്പൂൺ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട്, ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും ഫീഡ്ബാക്ക്സ് പറയണം കേട്ടോ. നിങ്ങൾക്കിത് വളരെ ഇഷ്ടപ്പെടും. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് എന്തെങ്കിലും ഡെക്കറേഷനായിട്ട് വേണ്ടിയിട്ട് എന്തെങ്കിലും അരിഞ്ഞതോ അല്ലെങ്കിൽ 1-2 ലെമൺ സ്ലൈസസും വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ സാലഡ്സ് എപ്പോഴും കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ സാലഡ് എപ്പോഴും എനിക്കിനി ഫേവറേറ്റ് ആയിരിക്കും കേട്ടോ. അത്ര ടേസ്റ്റി ആയിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ, ഒരു കുഞ്ഞു വീഡിയോ അല്ലേ, വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള അതുകൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആർക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയില്ല, അത് ഞാൻ തരുന്ന ഒരു ഗ്യാരണ്ടിയാണ്. അപ്പം നാളെ കാണാം.